ആളിക്കത്തിയ വിവാദങ്ങൾക്ക് പിന്നാലെ എംഎംഎയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. എംഎംഎ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യസന്നദ്ധത അറിയിക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഭരണസമിതി പൂർണ്ണമായും രാജിവെക്കാൻ തയ്യാറായിരിക്കുകയാണോ? രാജിയിലേക്കാണോ നീങ്ങുന്നത് കാര്യങ്ങൾ? തീർച്ചയായിട്ടും നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമ്മയുടെ നിലവിലെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച് നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രാജി പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് വാർഷിക റിപ്പോർട്ടിന്മേൽ നടന്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ആ രാജി ഇനി രേഖാമൂലമൊക്കെ ആകേണ്ടതുണ്ട്. പക്ഷേ ആ നേതൃത്വം ഒന്നടങ്കം രാജിവെക്കുന്നു എന്നുള്ളതാണ് ജനറൽ ബോഡിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയാനുള്ള കാരണമെന്ന് പറയുന്നത് വാർഷിക റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയാണ്. വാർഷിക റിപ്പോർട്ടിന്മേലും കണക്കിന്മേലും നടന്ന ചർച്ച അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടും കണക്കും അംഗീകരിക്കാൻ വാർഷിക ജനറൽ ബോഡി തയ്യാറായില്ല. അതിലുള്ള വീഴ്ചകൾ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് ശ്വേത മേനോൻ വേദിയിൽ വെച്ച് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അംഗങ്ങൾ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവന്നു. എന്നാൽ അവസാനമാണിപ്പോൾ ഭരണസമിതി ഒന്നടങ്കം, അതായത് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ അമ്മയുടെ ഭരണ നിർവഹണം എന്നുള്ളത് ഒരു താൽക്കാലിക സമിതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് അല്ലെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്കും പോകാം. നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉണ്ടായ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇങ്ങനെ നേതൃത്വത്തിന്റെ രാജിയിലേക്ക് കലാശിച്ചത്. മുൻപൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അമ്മ നേരിടേണ്ടി വന്നിട്ടില്ല. അത് ഒരുപക്ഷെ ഈ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിലും, സിദ്ദിഖിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ട് രാജിവെക്കേണ്ട സാഹചര്യമാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് കൂടി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ പോലീസിന്റെ സാന്നിധ്യം ഇതുവരെ ഈ വേദിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ അമ്മയുടെ യോഗം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ നടന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ സാന്നിധ്യം കൂടി ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അമ്മയുടെ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു വിപ്ലവകരമായ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു അമ്മ ഭരണസമിതിയിലേക്ക് സ്ത്രീകൾ വരികയും സ്ത്രീകൾ ഒരു രാജ്യത്ത് തന്നെ അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. അതൊരു വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ചിലപ്പോൾ കൂടിപ്പോയെന്ന് തോന്നാം, ഒരു ദുരന്തത്തിലേക്ക് തന്നെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ നേതൃത്വത്തിന് ഒരു തരത്തിലൊരു വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേതൃത്വത്തിലുള്ളവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ആ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദുർബലമായൊരു നേതൃത്വമായിട്ട് അത് മാറി. അവസാനം അതിന്റെ വാർഷിക ജനറൽ ബോഡിയിൽ ആ നേതൃത്വത്തിന് രാജിവെച്ചൊഴിയേണ്ട അവസ്ഥയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ അമ്മ എന്ന് പേരിട്ട് വിളിക്കുന്ന എംഎംഎ അതിനെ അമ്മ എന്നുള്ള ചുരുക്കപ്പേരിൽ വിളിക്കുന്ന താരസംഘടനയുടെ, അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് വർഷങ്ങൾക്കിപ്പുറത്തേക്ക് വളരെ വിപ്ലവകരമായി അന്ന് നടന്നിട്ടുള്ള ദേവനുമായിട്ടുണ്ടായിട്ടുള്ള ശ്വേതയുടെ മത്സരമൊക്കെ നമുക്കറിയാം. വിപ്ലവകരമായി തന്നെ വനിതകൾ തലപ്പത്തേക്ക്, കുക്കു പരമേശ്വരനാകട്ടെ, ശ്വേതാ മേനോനാകട്ടെ, മറ്റ് അംഗങ്ങളൊക്കെ വനിതകൾ നയിക്കുന്ന ഒരു സംഘടന ആകണം എന്നുള്ളതും വനിതകളാകട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തവരും ഒക്കെയുണ്ട്. അങ്ങനെ വനിതകൾ നയിക്കുന്ന രീതിയിലേക്ക് സംഘടന എത്തുമ്പോൾ അവിടെ ഇങ്ങനെ പരാജയം സംഭവിക്കാൻ കാരണം അതിൽ ചെറുതെന്നോണമായിരുന്നു അൻസിബ കൊണ്ടുവന്ന വിഷയം എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറത്തേക്ക് ആളിക്കത്തുകയായിരുന്നോ സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും ഈ നേതൃത്വത്തിൽ വന്ന അംഗങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളാണ് ഈ ഒരു പ്രതിസന്ധി കാരണമെന്ന് എടുത്തു പറയേണ്ടി വരും. അൻസിബ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. തുടർന്ന് അമ്മയിലെ അല്ലെങ്കിൽ നേതൃത്വത്തിലെ അംഗങ്ങൾ അൻസിബയ്ക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. അങ്ങനെ ആ നേതൃത്വത്തിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് ആ നേതൃത്വത്തിന് ഒരു സംഘടനയെ നയിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം നിരവധി അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ജനറൽ ബോഡി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിലവിലെ ഭരണസമിതി രാജിവെച്ചൊഴിയണം, പുതിയ ഭരണസമിതി വരണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു വിഭാഗം അംഗങ്ങൾ ചേർന്ന് ഒരു അവിശ്വാസ പ്രമേയം എന്ന രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കുകയും അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ നിയമപരമായിട്ട് അങ്ങനെ ഒരു കത്ത് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം ഇന്നത്തെ ജനറൽ ബോർഡിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതവരൊരു വികാരമായിട്ട് അവതരിപ്പിച്ചത്. ആ വികാരം കൂടി ഈ ഇന്നത്തെ ജനറൽ ബോഡിയിൽ പ്രതിഫലിച്ചു. ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നത്. നമ്മൾ ഈ യോഗം ചേരുന്ന ഹോളിന് പുറത്ത് നിൽക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾ കേൾക്കാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ ശബ്ദ കോലാഹലമായിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ അമ്മയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് ഇപ്പോൾ രാജിവെക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് മുതിർന്ന അല്ലെങ്കിൽ പ്രമുഖ നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമായിരുന്നു. മോഹൻലാൽ ഇക്കാര്യത്തിൽ ഒരു മിഡിൽ പാത്താണ് എടുത്തത്. അതായത് ഒരു ആരോടും ചേരാനില്ല താൻ,
അമ്മ ഒരിക്കലും തകരുന്ന സംഘടനയല്ല. ജനറൽ ബോഡി എന്ത് തീരുമാനമെടുക്കുന്നു, ഭൂരിപക്ഷം എന്ത് തീരുമാനമെടുക്കുന്നു അതിനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് മോഹൻലാൽ അറിയിച്ചത്. നേരത്തെ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ഭൂരിപക്ഷം പ്രമുഖ നടന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, അതോടൊപ്പം തന്നെ ജയസൂര്യ, നിവിൻ പോളി, അത്തരം നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഒരുപക്ഷെ അവർ ബോധപൂർവം ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാകാം. അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ അവർ ബോധപൂർവം വിട്ടുനിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ അമ്മയിലുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളും അംഗങ്ങളും രാജി എന്നുള്ളത്, അതായത് 17 ഭരണസമിതിയിൽ 17 അംഗങ്ങളാണുള്ളത്, 17 പേരാണുള്ളത്. 17 പേരും രാജിവെക്കുന്നു എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജിയിലേക്ക് കടക്കരുത് എന്ന് ബാക്കിയുള്ളവർ ആവശ്യപ്പെട്ടില്ല. നേരത്തെ തന്നെ ഇതിൽ തുറന്ന പ്രതികരണം നടത്തിയത് മല്ലിക സുകുമാരൻ, മാല പാർവതി, അങ്ങനെ നീളുന്ന കുറെ പേരുടെ തുറന്ന പ്രതികരണം ഉണ്ടായിരുന്നു. അല്ലാതെ ആരും ഇവർ തന്നെ തുടരട്ടെ, പ്രശ്നം പരിഹരിച്ചു മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിലപാടെടുക്കുകയോ അങ്ങനെ ഒരു അഭിപ്രായം അംഗങ്ങൾ പറയുകയോ അനുനയ നീക്കം നടത്തുകയോ ചെയ്തില്ലേ? അനുനയ നീക്കം നടത്തിയിരുന്നു. അത് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ശ്വേതയെ തിരികെ അംഗങ്ങൾ അനുനയിപ്പിക്കുകയും വേദിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു അനുനയ ശ്രമം സാധ്യമാണോ എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം മോഹൻലാൽ പോലുള്ള കുറച്ച് പ്രമുഖർ മാത്രമാണ്, പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ ജനറൽ ബോഡിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത്തരത്തിലുള്ള അനുനയം സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അമ്മയുടെ നേതൃത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ദുർബലമായ ഒരു നേതൃത്വമാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ കാലയളവിൽ, ഒരു വർഷത്തോളം ആയ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനോ പ്രശ്നങ്ങൾക്കൊരു രമ്യമായ ഒത്തുതീർപ്പുണ്ടാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തിന് നേതൃത്വം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടും മറ്റംഗങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ്. അപ്പോൾ ആ നേതൃത്വത്തിനുണ്ടായ വീഴ്ചകളും ആ നേതൃത്വത്തിനുണ്ടായ ദുർബലതയുമാണ് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ പ്രതിഫലിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് വാർഷിക റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കണക്കും പാസ്സാക്കേണ്ടത്. പക്ഷേ ആ വാർഷിക റിപ്പോർട്ടും കണക്കും പാസ്സാക്കാൻ ഇന്നത്തെ ജനറൽ ബോഡിക്ക് കഴിഞ്ഞില്ല. അത് നേതൃത്വത്തിൻ്റെ വീഴ്ചയായിട്ടും നേതൃത്വത്തിൻ്റെ പരാജയമായിട്ടുമാണ് വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഈ നേതൃത്വം ഒന്നടങ്കം ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ശ്വേത മേനോൻ പറഞ്ഞൊരു, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ശ്വേത കഴിഞ്ഞൊരു മാസം മുൻപ് നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, സ്ത്രീകൾ തലപ്പത്തേക്ക് വരുമ്പോൾ ആരും അത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ജനറൽ ബോഡി യോഗത്തിൽ ഞാനത് വിശദീകരിക്കുമെന്നുള്ളതായിരുന്നു. എല്ലാവർക്കും പുറത്ത് പരസ്യമായി പറയുന്നതായിരുന്നു പ്രശ്നം, അകത്ത് തന്നെ പ്രശ്നങ്ങളൊക്കെ പറയാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ മനസ്സിലാക്കുന്നത് ഈ ഭരണസമിതിയിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സംഘടനയ്ക്ക് ആകെ കെടുതിയായി മാറിയതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം അംഗങ്ങൾക്കിടയിലുള്ള പ്രശ്നമല്ല, ഭരണസമിതി അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നമാണ്. അത് വെറും പ്രശ്നം മാത്രമല്ല, പോലീസ് കേസിലേക്കും കോടതി കേസിലും ഒക്കെ തന്നെ പോയി. അൻസിബ ടിനി ടോമിനെതിരെയും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെയും ആദ്യം പോലീസിൽ കേസ് കൊടുക്കുകയും പിന്നീട് അത് കോടതിയിലേക്ക് പോവുകയും ചെയ്തു. ലക്ഷ്മിപ്രിയയും അൻസിബയ്ക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കേസുകൾ വന്നു, പോലീസ് കേസ് വന്നു, കോടതിയിൽ ഹർജി വന്നു. അങ്ങനെ അമ്മയിലെ അംഗങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കോടതി കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ എങ്ങനെ ഒരു വിശ്വാസത്തിലുള്ള നേതൃത്വമായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അംഗങ്ങൾ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. നേതൃത്വത്തിന് വിശ്വാസതയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഊർജ്ജമില്ലെങ്കിൽ, അല്ലെങ്കിൽ ശക്തിയില്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ആ ദുർബലത ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് പൊതുമധ്യത്തിൽ അത്രയേറെ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് പിടിച്ചുപറ്റേണ്ട ഒരു സംഘടനയാണ്. കാരണം ആ ഒരു റെസ്പെക്ട് കൊണ്ടാണ് അവർക്ക് സിനിമയിലൂടെയും വളരാൻ കഴിയേണ്ടത്. പക്ഷേ ആ അമ്മയെന്ന സംഘടനയ്ക്ക് തന്നെ അവമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അംഗങ്ങൾ ഈ നേതൃത്വത്തെ ശക്തമായി വിമർശിക്കുകയും അവസാനം അവർക്ക് രാജിവെക്കേണ്ടതായിട്ട് തലപ്പത്തേക്ക് വനിതകൾ എത്തി എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് അത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്നുള്ള തലത്തിൽ തന്നെ വായിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. പലതരത്തിലുള്ള സിനിമയ്ക്കിടയിലെ പ്രശ്നം, സിനിമാ പ്രവർത്തകർക്കിടയിലെ പ്രശ്നം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടന്നിട്ടുള്ള യോഗം, അതിന് പിന്നാലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതി, ആ ഭരണസമിതിയിലേക്ക് സ്ത്രീകൾ തലപ്പത്തേക്ക് വന്നാൽ മാത്രമേ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കടന്നെത്തുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ പറയാനാകൂ എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അവിടെ നിന്നാണ് അതേ ആദ്യമായി ചുമതലയിലേറ്റ ആ വനിതാ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെക്കേണ്ടുന്ന അവസ്ഥ വരുന്നത്. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രസിഡന്റായി ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി, അങ്ങനെ 17 പേരാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന അമ്മ ഭരണസമിതിയിലുള്ള. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്ക് അന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒപ്പം ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റുമാരാകുന്നു. സരയു മോഹൻ, അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീന കുറുപ്പ്, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, വിനു മോഹൻ, ഡോക്ടർ റാണി, ഡേവിഡ് രാജ്, സിജോയ് വർഗീസ് എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും. അങ്ങനെ
ആദ്യമായിട്ടായിരുന്നു 504 അംഗങ്ങളുള്ള അസോസിയേഷന്റെ തലപ്പത്തേക്ക് വനിതാ ഭാരവാഹികൾ എത്തുന്നത്. അതിൽ പോളിംഗ് ശതമാനത്തിലൊക്കെ അന്ന് ഇടിവ് സംഭവിച്ചിരുന്നു. അങ്ങനെ അന്ന് അതിനുശേഷം അതേ ഭാരവാഹികൾ, അതേ ഭരണസമിതി ഇപ്പോഴിതാ രാജി സന്നദ്ധത പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, രാജി വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിൽ തന്നെ പലരും പ്രമുഖർ പങ്കെടുത്തിരുന്നില്ല ഈ യോഗത്തിൽ എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എന്തായാലും വാർഷിക ജനറൽ ബോഡി ചേരുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നുള്ളതാണ്. തുറന്നു പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഭരണസമിതി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ താരസംഘടന AMMയിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, ഇനി എന്താ എന്നുള്ളതാണ് നയിക്കേണ്ടതുണ്ടല്ലോ. 500-ൽ പരം ആളുകളുള്ള ഒരു സംഘടനയാണ്. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമോ, അതോ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഇനി താൽക്കാലികം എന്നോണം ഭരണ തലപ്പത്തേക്ക് എത്തുമോ? എന്താണ് സംഭവിക്കുക? വാട്ട്സ് നെക്സ്റ്റ്? നിലവിലെ ഭരണസമിതിക്ക് തുടരാൻ അല്ലെങ്കിൽ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാകുന്നതിന് തുടരാനുള്ള അവസരം കൊടുക്കുമോ അതോ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുമോ ഒക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഇവരുടെ രാജ്യപ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റിക്ക് നിലവിലുള്ള കമ്മിറ്റിയുടെ അധികാരം നൽകാം. അതിനുശേഷം ആ അഡ്ഹോക് കമ്മിറ്റി ഒരു തെരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷത്തിനകം രണ്ടാമത്തെ തവണയാണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് വലിയ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ രാജ്യത്ത് തന്നെ മറ്റ് ഭാഷയിലുള്ള സിനിമാ സംഘടനകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വിപ്ലവകരമായൊരു തീരുമാനത്തിലൂടെയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. പക്ഷേ അവർക്ക് ഒരു വർഷം പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ശ്വേതാ മേനോൻ ഈ സംസാരിക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു സ്ത്രീ ആ സംഘടന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം സ്ത്രീകൾ അത്രയേറെ ആ മേഖലയിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഹേമ കമ്മിറ്റി കണ്ടെത്തിയതാണ്. അപ്പോൾ അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു നേതൃത്വത്തിന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ നേതൃത്വം ദുർബലപ്പെട്ടുകൊണ്ട് ശക്തി ക്ഷയിച്ചുകൊണ്ട് അവസാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അത് ഈ നേതൃത്വത്തിലുള്ള തന്നെ ആൾക്കാരുടെ പ്രശ്നം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ നിലവിലെ ഭരണസമിതിയിൽ ഒരാൾ മാത്രമാണ് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. അൻസ്ബ ഹസൻ മാത്രമാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. ബാക്കി എല്ലാവരും ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. പക്ഷേ അത് വന്നതിന് ശേഷം ഈ അംഗങ്ങൾക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ആ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടതെന്നാണ് പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തി അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള